ക്രിസ്മസ് ഒക്കെ അല്ലേ? എന്താ ഇന്നത്തെ സ്പെഷ്യൽ? നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കിയാലോ? അപ്പം ആദ്യം നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ എന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? ഇതുപോലെ ഒരു നാടൻ ചിക്കൻ സ്റ്റൂവും പാലപ്പവും റെഡിയാക്കിയാലോ? അപ്പോൾ പിന്നെ തുടങ്ങിയാലോ? ഒരു കുക്കറിലേക്ക് ഒരു വലിയ കിഴങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ്, ഒരു 2 ബീൻസ്, ഇനി ഒരു 1/4 കിലോ ചിക്കൻ ക്യൂബായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സ്റ്റൂ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. ചട്ടിയിൽ വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ്, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സവോള അരിഞ്ഞു കൊടുത്തതും കൂടെ ആഡ് ചെയ്യാം. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കറിക്ക്. ഫൈനലായിട്ട് കറി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂ, മുന്തിരി വറുത്തതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉള്ളി വറുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല കുറുകിയ അടിപൊളി ടേസ്റ്റുള്ള സ്റ്റൂ. ഇനി നമുക്ക് അപ്പം റെഡിയാക്കിയാലോ? ഇവിടെ എൻ്റെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1.25 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ലഞ്ചിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കേ.